അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഇന്നും വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാ വന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഷവർ ഷവർ ജെൽസ് ഇന്നലെ കാണിച്ചതല്ലേ. ഷാംപൂ ആൻഡ് കണ്ടീഷണേഴ്സ് കാണിച്ചു തരാം. ഏതൊക്കെ കണ്ടീഷണേഴ്സാണ് ഏറ്റവും നല്ലതെന്നും കൂടെ ഞാനിതിൽ പറയും. പിന്നെ ഞാൻ ഷാംപൂ ആൻഡ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി കൊല്ലങ്ങളായി. ഞാൻ ഡെയിലി ബേസിസിൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ പൊളിക്കാത്തതുമുണ്ട് പൊളിച്ചതുമുണ്ട്. ആദ്യം ഞാൻ പൊളിച്ചത് കാണിക്കാം. ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ വന്നൊരു ജയൻറ്റ് ഷാമ്പൂ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെയർ ഡ്രൈ ആക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ലോറിയാൽ പാരീസിൻ്റെ ഹയലുറോണിക് ആസിഡ് സിറം ബേസ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ജയൻറ്റ് ഷാമ്പൂ ആണ്. ഇത് എത്രയുണ്ട്? ഇത് എത്ര ലിറ്ററാ? 1 ലിറ്റർ ഉണ്ടാവുമോ? 1 ലിറ്റർ ഉണ്ടാവുമോ ഗൈസ്? 1 ലിറ്റർ 1000 മില്ലി ആണ്. അപ്പോൾ 1 ലിറ്ററാണ് ഇത്. 1000 മില്ലി എന്ന് വെച്ചാൽ 1 ലിറ്റർ ആയതുകൊണ്ട് ഇത്. ഈ സെയിം സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിക്കുന്ന വേറൊരു സാധനമാണ് ഇത്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാം, അല്ലാതെ ഒരുമിച്ചും വാങ്ങിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി ഇരിക്കും, കാരണം ഞാൻ പിഴിഞ്ഞാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് കണ്ടീഷണർ കുറച്ച് മതി, പക്ഷേ ഷാമ്പൂ കുറച്ചധികം വേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് കോംബോ ആയിട്ടും കിട്ടും, അല്ലാതെ ഞാൻ വാങ്ങിക്കുന്ന പോലെ 2 ലിങ്ക് ഉണ്ട്, 2 ലിങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഇടയ്ക്ക് ഓഫറിൽ വളരെ കുറച്ച് പ്രൈസിൽ കൊടുക്കുന്ന കാണാറുണ്ട്. പിന്നെ ഞാൻ പൊട്ടിക്കാത്ത ഒരെണ്ണം ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജയൻറ്റ് സാധനമില്ല, അത് തീർന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ലോറിയാലിൻ്റെ റിപ്പയറിങ് ഷാമ്പൂ. ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചുതരാം. ലോറിയാലിൻ്റെ റിപ്പയറിങ് ഷാമ്പൂ. ഇത് ഞാൻ പൊളിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ സേഫ് ആക്കിയിട്ട് വെക്കും. ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഇത് ഡാമേജ്ഡ് ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം നല്ല സ്മൂത്തായിട്ട് കിട്ടും. കുളിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വരും. പിന്നെ നമ്മളെപ്പോഴും കുളിച്ച് കഴിഞ്ഞ് മുടിയിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ തലയിലോട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. കണ്ടീഷണർ നമ്മുടെ സ്കാൽപ്പിലാവരുത്, കാരണം അത് മുടിയിലാണ് ആവേണ്ടത്. കണ്ടീഷണർ നമ്മൾ ചെയ്യുന്നത് മുടിയെയാണ്. ചില ആൾക്കാർ കണ്ടീഷണർ എടുത്തിട്ട് തലയോട്ടിയിൽ തേക്കുന്ന കാണാം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഈ ലോറിയലിൽ തന്നെ വേറെ ഒരു കണ്ടീഷണർ ഉണ്ട്. ഇത് ഞാൻ പൊളിച്ചിട്ടില്ല. ഇത് ഈ മുടി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡീടാങ്കിൾഡിൻ്റെ ഒരു കണ്ടീഷണറാണ്. ആക്ച്വലി ഈ ലോറിയാലിൻ്റെ ഏത് കണ്ടീഷണർ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ലോറിയാലിൻ്റെ കണ്ടീഷണേഴ്സും ഷാമ്പുവും എനിക്ക് ഭയങ്കര വർക്കിംഗ് ആണ്. ഇനി അങ്ങനെ അല്ലാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പക്ക പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചതാണ്, എനിക്ക് ഡാൻഡ്രഫ് വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് തീർന്നു ആക്ച്വലി. ഇത് ഇനി ഡാൻഡ്രഫൊക്കെ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങും. ദ മാൻ കമ്പനിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് ഇത്. ഇത് ഭയങ്കര നല്ലതായിരുന്നു. എനിക്കത് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടീഷണറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു അത് ഉപയോഗിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ലോറിയൽ തന്നെ വേറെ ഒരു കണ്ടീഷണറുണ്ട്. ഡള്ളായിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർക്ക്, നല്ല ഡ്രൈ ആവുന്ന ഹെയർ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കണ്ടീഷണർ. ഇത് എക്സ്ട്രാ ഓർഡിനറി ഓയിലുള്ള നൗറിഷിങ് കണ്ടീഷണറാണ്. 6 പ്രിസൈസ് ഓയിൽസ് ഉള്ള ഇത് ഡീടാങ്കിൾ ചെയ്യും, നൗറിഷസ് യുവർ ഹെയർ, സോഫ്റ്റൻസ് ആൻഡ് ഷൈൻസ്. ആക്ച്വലി സോഫ്റ്റൻ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ലോറിയലിൻ്റെ കണ്ടീഷണേഴ്സ് ആൻഡ് ഷാമ്പൂ പക്കാ വർക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ. ഇതിൻ്റെ ഒരു താഴെയുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു കണ്ടീഷണറും ഉണ്ട്, ഇത് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഇതും പക്ക പെർഫെക്റ്റാണ് കേട്ടോ. പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്, ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് വേറെ ഒരെണ്ണം തന്നെ. പിന്നുള്ളത് ഈ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഫോളിന് യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ബെയർ അനാട്ടമിയുടെ. ഇവരുടെ തന്നെ ഷാമ്പൂ ഉണ്ട്, പക്ഷേ അത് തീർന്നു പോയി. ഇതിൻ്റെ പാക്കറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, മേ ബി അത് കഴിഞ്ഞു പോയതുകൊണ്ട് ഒഴിവാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി തപ്പി അവിടെ ഇവിടെയൊക്കെ. ഇതും ഭയങ്കര നല്ലതായിരുന്നേ. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര രസമാണ്, കാരണം ഇതിനൊരു നമ്മൾ ആപ്പിളിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആപ്പിൾ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റില്ലേ, അതിനൊരു സ്മെല്ലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല സ്മൂത്തായി കിട്ടും. ആൻഡ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ഭയങ്കര സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. വേണ്ട, അഥവാ ഞാനത് വലിച്ചു വാരി എല്ലാം കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഉള്ളിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.